അസ്സലാമലൈക്കും. വാലൈക്കും സലാം. നിങ്ങൾ എന്നെത്തി? ഞാൻ എത്തിയിട്ട് കുറച്ചായി, കാണില്ല. കാരണം ഞാൻ രാവിലെ ഡ്യൂട്ടിയിലുണ്ടാവില്ല. അതെ. പിന്നെ എന്താ പരിപാടി? ഇത് റൊട്ടി നമ്മള് കുറെ കാലമായല്ലോ, 10-15 കൊല്ലായല്ലോ ഈ റൊട്ടി പരിപാടി. ഈ റൊട്ടി അപ്പൊ ഇതെന്ന് പറഞ്ഞാല് സംഭവം എന്തായാലും നല്ലൊരു ബർക്കത്തുള്ള ജോലിയാണ്. അൽഹംദുലില്ലാ. ഞാൻ എന്റെ കാര്യം കൂടി ഇതൊക്കെ വെച്ച് വണ്ടിയും കാര്യമൊക്കെ ഈ റൊട്ടി പരിപാടികളുണ്ട്. കുറച്ച് ഉറക്കമായിക്കേണ്ടി വന്നാലും ഈ ഒരു പരിപാടി വലിയൊരു ബർക്കത്തുള്ള, കാരണം ജനങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാണല്ലോ. അതെ. ആരാത് പട്ടവർക്കെന്നല്ല, എല്ലാവർക്കും ഇവിടെ ഭക്ഷണം എത്തിക്കണതാണ്. ഞാൻ 10-15 കൊല്ലായിട്ട് അന്നേരം 1 റിയാലിനാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോഴും ഒരു കണ്ടന്റ് ആണ് നമ്മളെ നാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റുക, പ്രത്യേകിച്ച് നമ്മളെ കേരളക്കാർക്ക്. നമ്മളിങ്ങനെ വിലക്കയറ്റും വിലക്കുറവൊക്കെ ഇങ്ങനെ ചർച്ചയുള്ള നാട്ടിലെ. അപ്പൊ ഇവിടെ ഈ ഒരു റൊട്ടി, ഈ ഒരു സാമൂലി 83 പൈസക്ക് ഞാൻ കൊടുക്കണേ. ഞങ്ങളിത് വിൽക്കുന്നത് 1 റിയാലിന്, ഇത് വിൽക്കുന്നത് 1 റിയാലിന്. അപ്പൊ ഞാൻ ഇവിടെ 32 വർഷമായി. അന്ന് മുതലേ ഇത് 1 റിയാലാണ്, ഇന്നും 1 റിയാൽ. അതിനൊരു കാരണമുണ്ട്, പറഞ്ഞുതരാം വരി. അപ്പൊ ഇതിന് കാരണം എന്താന്ന് പറഞ്ഞാല്, ഇങ്ങനെ ഈ കാലാകാലം 1 റിയാലിന് റൊട്ടി സാമൂലിയും കൊടുക്കാൻ, അതേ തമീസ് മൈദ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ വില കൂടൂല. അതിന് കാരണം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ സബ്സിഡി, ഇവിടുത്തെ റേഷൻ എന്ന് പറയുന്നത് മൈദയാണ്. അതിപ്പോ ഈ ഒരു 10 kg മൈദ, ഇത് 10 കിലോന്റെ ഒരു ചാക്കാണ്. ഇത് ഞങ്ങൾ ഇവിടെ വിൽക്കുന്നത് 10 റിയാലിനാണ്. 10 റിയാലിന് വിൽക്കാം. അപ്പൊ 1 കിലോന് എന്ത് വരുള്ളൂ? വാങ്ങുന്നവനക്ക് 1 റിയാല് വരും 1 കിലോന്. അത് ഈ 32 വർഷം മുമ്പ് ഞാൻ വന്നതും അങ്ങനെ തന്നെ, അതിന് മുമ്പും അങ്ങനെ തന്നെ, എപ്പോഴും അങ്ങനെ തന്നെ, സെയിം റേറ്റ്. പിന്നെ മറ്റൊന്ന്, ഇത് ഞങ്ങൾക്ക് കിട്ടുന്നത് ഏറിയല്ല. അപ്പൊ ഇത്ര വില അതിലും കുറഞ്ഞു. ഇനി മക്ബസ്, അതായത് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാല് 40 കിലോന്റെ ചാക്ക് 25 റിയാലിന്, 25-26. അപ്പൊ എന്തായി, ഒരു 60-70 പൈസക്ക് 1 കിലോ മൈദ കിട്ടുമ്പോ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതിന്റെ എല്ലാ ചെലവും കഴിച്ചിട്ടും ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ സബ്സിഡി എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ റേഷൻ അറിയില്ല, അതേമാതിരി ഇവിടെ സബ്സിഡി. പക്ഷെ ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത, നമ്മളവിടുത്തെ റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് കേരള ഗവൺമെന്റിന്റെ ആ റേഷൻ കൊടുക്കും, അതും സെലക്റ്റീവായ ആളുകൾക്ക്. ഇവിടെ അങ്ങനല്ല. ഈ സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഇത് അലൗഡാണ്. ഒന്നുമില്ല ആർക്കും. ഇവിടെ ഹജ്ജിന് വരുന്നവർക്കും ഉംറയ്ക്ക് വരുന്ന, ഇവിടെ ആരൊക്കെ ഇറങ്ങിയോ അവർക്കൊക്കെ എന്താണ്, ആ റേഷൻ അലൗഡാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടത്. ഇതിപ്പോ നിങ്ങളിപ്പോ പറഞ്ഞപ്പോൾ അത് ഇവിടെ കോടാനക്കോടി ജനങ്ങൾ വന്നാലും അവർക്ക് ഈ സബ്സിഡി രീതിയിൽ ഇത് കിട്ടും. മൈദാണ് ഇത് സബ്സിഡി ഇങ്ങനെ ഈ കോലത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. ഓക്കെ, സന്തോഷം.